എറണാകുളം കാക്കനാട് കസ്റ്റംസ് ഉദ്യോഗസ്ഥനും കുടുംബവും ജീവനൊടുക്കിയ വാർത്തയാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. കാക്കനാട് അഡീഷണൽ കസ്റ്റംസ് കമ്മീഷണർ മനീഷ് വിജയുടെയും കുടുംബത്തിന്റെയും ആത്മഹത്യ സിബിഐ അറസ്റ്റ് ഭയന്നെന്ന സംശയത്തിലാണ് പോലീസ്. ജാർഖണ്ഡ് PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സഹോദരി ശാലിനിയെ സിബിഐ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. അതേസമയം വിദേശത്തുള്ള ഇവരുടെ സഹോദരി കേരളത്തിൽ എത്തിയ ശേഷം മാത്രം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മതി എന്നാണ് പോലീസിന്റെ തീരുമാനം. ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, കഴിഞ്ഞ രാത്രി കൊച്ചി നഗരത്തെ ഏറെ ആശങ്കപ്പെടുത്തിയ, ഏറെ ഞെട്ടിപ്പിച്ചൊരു വാർത്തയായിരുന്നു ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെയും കുടുംബാംഗങ്ങളുടെയും 3 അംഗ കുടുംബത്തിന്റെ ആത്മഹത്യ. അതിനുശേഷമാണ് ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ, ആത്മഹത്യ ചെയ്യാനുള്ള കാരണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഓരോന്നും പുറത്തുവരുന്നത്. CBI അറസ്റ്റ് ഭയന്നാണ് ഈ കൂട്ടാത്മഹത്യ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അതായത് ഈ ജാർഖണ്ഡ് PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥന്റെ സഹോദരിയെ CBI ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു പറയുന്നു. ഇത് സാധൂകരിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ടോം, അത്തരത്തിൽ CBI ഈ കേസുമായി ബന്ധപ്പെട്ട് അവർക്ക് 15-ാം തീയതി ഹാജരാകാൻ ഒരു നോട്ടീസ് നൽകിയിരുന്നു. ഇത് മനീഷ് സഹപ്രവർത്തകരോട് പറഞ്ഞതായിട്ടാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. മനീഷിന്റെ സഹോദരിയുടെ, അതായത് ശാലിനിയുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് നാട്ടിൽ പോകേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ടാണ് മനീഷ് ലീവ് എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. അതേസമയം ഈ ശാലിനി PSC പരീക്ഷ, അതായത് ജാർഖണ്ഡ് PSC പരീക്ഷയിൽ 1ാം റാങ്ക് ഹോൾഡറാണ്. ഈ പരീക്ഷയിൽ ക്രമക്കേട് കാണിച്ചു എന്ന് തന്നെ കാട്ടിക്കൊണ്ടാണ് CBI നോട്ടീസ് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇവർ ഡെപ്യൂട്ടി കളക്ടറായി ജോയിൻ ചെയ്തിരുന്നു. ഡെപ്യൂട്ടി കളക്ടറായിട്ടുള്ള സഹോദരിയുടെ ജോലി പോകുമോ എന്ന് ഭയന്നാണ്, ആ ഭയപ്പാടിലൂടെ ഉണ്ടായ ആത്മഹത്യയാണ് എന്നാണ് പ്രാഥമികമായി പോലീസ് വിലയിരുത്തുന്നത്. അങ്ങനെയാണ്. അതേസമയം ഇവരുടെ അമ്മ മരിച്ചത് എങ്ങനെയാണ്? അമ്മ ശകുന്തള ആയിരുന്നു ആദ്യം മരിച്ചത്. കാരണം ഇവർ രണ്ടുപേരും, മനീഷും ശാലിനിയും, അവരവരുടെ മുറികളിൽ തൂങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ സഹപ്രവർത്തകർ കണ്ടെത്തിയത്. അതായത് മനീഷ് ലീവ് എടുത്ത് കുറച്ച് ദിവസം പോകുന്നു. ആ ലീവ് കഴിഞ്ഞ ശേഷവും അദ്ദേഹം ഓഫീസിലെത്തിയില്ല. ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഫോണിൽ കോൺടാക്ട് ചെയ്തപ്പോഴൊക്കെ അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് വീട്ടിലേക്ക് അന്വേഷിച്ചു വന്നപ്പോഴാണ് ഇവിടുന്ന് ദുർഗന്ധം വമിക്കുന്ന ഒരു സാഹചര്യം, ഒരു ചുറ്റുപാടിലേക്ക് അവരെത്തിപ്പെടുന്നതും അത് അയൽക്കാരൊക്കെ കരുതിയിരുന്നത് മാലിന്യ കൂമ്പാരത്തിൽ നിന്നും ദുർഗന്ധമുണ്ടാവുന്നു എന്നായിരുന്നു അവർ തെറ്റിദ്ധരിച്ചിരുന്നതെന്ന് അയൽക്കാരൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജനൽ തുറന്നു നോക്കുമ്പോഴാണ് മനീഷ് തൂങ്ങി നിൽക്കുന്ന ആ സാഹചര്യം കണ്ടത്. അങ്ങനെയാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. തുടർന്നുള്ള പരിശോധനയിലാണ് അമ്മയും സഹോദരിയും അവരവരുടെ മുറികളിൽ മരിച്ചു കിടക്കുന്ന അവസ്ഥ കണ്ടെത്തിയത്. സഹോദരി ശാലിനിയുടെയും അതുപോലെ മനീഷിന്റെയും മരണം ആത്മഹത്യയാണ് എന്നാണ് പോലീസ് സ്ഥിരീകരണം. പക്ഷെ അതിന് മുൻപ് തന്നെ അമ്മ ശകുന്തള മരിച്ചിരുന്നു. അമ്മയുടെ മൃതദേഹം വെള്ള പുതപ്പിച്ച് പൂക്കളൊക്കെ വിതറിയിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അമ്മ മരിച്ചതിന്റെ ആഘാതത്തിൽ ഈ 2 മക്കളും ആത്മഹത്യ ചെയ്തതാണോ? അതല്ലെങ്കിൽ നേരത്തെ പോലീസ് സൂചിപ്പിക്കുന്നത് പോലെ CBI ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള സമൻസ് ഇവർക്ക് അയച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. CBI ഈ കേസിൽ അറസ്റ്റ് ഭയന്ന് ആത്മഹത്യ ചെയ്തതാണോ? അതിനു മുൻപ് അതുമായി ബന്ധപ്പെട്ടിട്ടാണോ ശകുന്തളയുടെ മരണം ആത്മഹത്യയാണോ? അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോഗ്യ കാരണങ്ങൾ കൊണ്ടാണോ? ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ശകുന്തളയുടെ മരണം എങ്ങനെയെങ്കിലും സ്ഥിരീകരിക്കാനാകൂ എന്നാണ് പോലീസ് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ഒരു സഹോദരി വിദേശത്തുണ്ട്. അതായത് ബന്ധുക്കളുടെ കൺസെന്റോട് കൂടി മാത്രമേ പോസ്റ്റ്മോർട്ടം നടത്താൻ കഴിയുകയുള്ളൂ. ഈ സഹോദരി വിദേശത്ത് നിന്ന് എത്തിയ ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോകാൻ കഴിയൂ എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ടോം, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരണം നൽകിയത്.